ഗവൺമെൻറ് സൈറ്റാണ് അപ്പുറത്തുള്ളത്. ഓക്കെ, ഇവിടെ ഇറക്കണ്ടായോ പോരെ? ആ സൈഡ് ഓക്കെ. എൻഡ് വരെ ഉണ്ട് തോട്ടം. അവിടെ റിസർവയർ. അതിൽ നൂണ്ടിറങ്ങിയതാണ്, അതിൽ പറ്റില്ല. അതിൽ ഇവിടെ ഇറങ്ങണ്ട, അവിടെ നിന്ന് അയ്യോ, ഇത്ര വെള്ളം നമ്മൾ കണ്ടിട്ടില്ല അടുത്തൊന്നുമല്ലേ. ഐലൻഡുകളുണ്ടല്ലോ ഇതിൻ്റെ. ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാം റിസർവോയർ. റിസർവോയർ എന്നുണ്ടെങ്കിൽ ഡാമിൽ നിന്ന് കുറേ ബാക്കിലോട്ട് ഇത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ആ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു എൻഡിലാണ് ഇപ്പോൾ നമ്മൾ, ഒരു സൈഡിലാണ് ബാങ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താ ബ്യൂട്ടിഫുൾ സീന്. ആ കാണുന്നത് ഇരുമ്പാച്ചോല മലകളാണ്. നമ്മൾ അതിരാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ കോട മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇപ്പോൾ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവരുടെ പ്രശ്നമാണ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു പ്രോപ്പർ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ടൂറിസ്റ്റുകൾ വരും അതാണ് അറിയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുമാതിരി എത്ര ബ്യൂട്ടിഫുൾ സൈറ്റുകളുണ്ട്. കണ്ടോ, ആ മലകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇനി നമുക്ക് കുറച്ച് ഡ്രോൺ ഷോട്ട് കാണാം ആകാശത്ത് നിന്ന്, എങ്ങനെയുണ്ട് കാഞ്ഞിരപ്പുഴ റിസർവോയർ എന്ന്. ഇതാണ് നമ്മുടെ കുളം. ഇവിടുത്തെ നമ്മൾ മീൻ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കുളമാണത്. ചെറിയൊരു അരുവിണ്ടായിരുന്നു ഇവിടെ, ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വലുതാക്കി ഒരു കുളമാക്കി ഇപ്പോഴത്തെല്ലാം സെറ്റപ്പ് ചെയ്ത് നമ്മൾ കുറേ വളർത്തു മീനുകളായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കാനൊരു റെസ്റ്റ് ചെയ്യാൻ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒരിക്കൽ മാത്രം നടന്നു. പിന്നെ പോകാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം പോയിട്ടില്ല. ഷെഡൊക്കെ അവിടെ അടിച്ചുപൊളിയായി പോകുന്നു. മീനുകൾ ഇപ്പോഴും ഉണ്ട് അതിൽ. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മളെ ഒരു സൈഡിലെ ബോർഡർ. അതിൻ്റെ അപ്പുറത്ത് മഞ്ഞലാംകുഴി അലിൻ്റെ റിസോർട്ടാണ് ഇതിൻ്റെ. ഇതിൻ്റെ സൈഡിൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുളം കഴിഞ്ഞ് അരുവി കഴിഞ്ഞ് ഒരു കുത്തനൊരു പാറയാണ് അങ്ങോട്ട്, ഒരു സ്റ്റീപ്പായിട്ടുള്ള പാറ. കയറണം തന്നെ കുറച്ച് പണിയാണ്. അത് ടൈറ്റായിട്ട് നമ്മൾ സാധാരണ കയറാറുണ്ട്. അങ്ങനെ പാറ കയറി കിതപ്പ് പോകുന്നില്ല. അത്യാവശ്യം സ്റ്റീപ്പാണ്. സ്ലോവിൽ കയറി മുകളിലെത്തി. ഇവിടെ നോക്കി നല്ല, ഇതിൻ്റെ സൈഡിലാണ് നമ്മളെ ബോർഡർ. ഇതിവിടെ തന്നെ നമ്മൾ റബ്ബർ പുരയും അതിൻ്റെ ഈ റബ്ബർ പ്രോസസ്സ് ചെയ്യുന്ന ഇതെല്ലാം സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അവർ താമസിക്കുന്നൊരു വീടുണ്ട്. അതിൽ എൻ്റെ വാച്ച്മാനും അയാളെ കുടുംബം അവിടെ താമസിക്കുന്നത്.
അപ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോകണം. ഓക്കെ. ഓ നല്ല സ്റ്റീപ്പാണ്. ലാസ്റ്റ് കാണുന്നില്ല, അതാണ് നമ്മൾ റെസ്റ്റ് ഹൗസ്. ഇത് നമ്മുടെ മാനേജറും കുടുംബം താമസിക്കുന്ന വീടാണത്. അയാൾ ഇതിനെ ടാപ്പിങ് ചെയ്യുന്ന റബ്ബർ ഒരു വർക്കേഴ്സിന് വെച്ച് ടാപ്പ് ചെയ്യുന്ന അയാൾ താമസിക്കുന്ന ഇവിടെ നമ്മുടെ ഹൗസിൽ ഗസ്റ്റ് ഹൗസ് ഒരു കൊണ്ടുള്ള ഹൗസാണത്. അതിൻ്റെ ബാക്കിൽ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന പുരകളും പുകപ്പുര എന്ന് പറയില്ലേ, അതാണ് ആ ബാക്കിൽ കാണുന്നത്. അവർ വളർത്തുന്ന പൂച്ചയാണത്, പൂച്ചയ്ക്കുണ്ടായ കുട്ടികളാണത്. ഒരു യൂറോപ്യൻ ടൈപ്പ് ക്യാറ്റാണത്. ഓ ബ്യൂട്ടിഫുൾ. നമ്മളോടെ കൊണ്ടുപോകാൻ പറഞ്ഞു, പക്ഷെ വൈഫ് സമ്മതിച്ചില്ല. നല്ല പൂച്ചകളല്ലേ. ഓക്കെ. ആ കാണുന്നത് മെയിൻ റോഡാണ്, നമ്മുടെ കാറിൻ്റെ ബാക്കിൽ കാണുന്നത്. അത് ഇരുമ്പാചാല റോഡാണത്. ഇരുമ്പാചാല റോഡിൽ കൂടി ബസ് റൂട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മെയിൻ റോഡ് തൊട്ടിട്ട് ഡാം വരെയാണ് നമ്മുടെ സ്ഥലം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പൂച്ചനെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നല്ല പൂച്ച. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകണേ കാഞ്ഞിരപ്പുഴ റോഡും കഴിഞ്ഞ് മണ്ണാർക്കാട് റോഡ് നട്ടമല എയർപിൻ വളവിലെത്തി. അങ്ങനെ മണ്ണാർക്കാട് വഴിക്കാണ് പോകുന്നത്. ആ മണ്ണാർക്കാട് അങ്ങാടി എന്ന് കണ്ടിട്ട് നമുക്ക് യാത്ര തുടരാം.